ഇപ്പോൾ വിശാലിൻ്റെ ചെങ്ങന്നൂരിലെ കോട്ടയിലെ വസതിയിൽ ഗൂഗിൾ രാവിലെ മുതൽ തന്നെയുണ്ട്. ഗൂഗിൾ, ഈ കോടതി വിധി വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ മുഴുവൻ ഭീകരവാദികളെയും, കാരണം ഇത് വലിയ കോലടക്കമുണ്ടാക്കിയ ഒരു കേസാണ്. ക്യാമ്പസ് ഫ്രണ്ട് പോലെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഒരു മതമൗലികവാദ സംഘടന നമ്മുടെ രാജ്യത്ത് ആദ്യമായി ക്യാമ്പസിൽ നടത്തുന്ന ഒരു കൊലപാതകമാണ്. ഇതിന് തുടക്കം കുറിച്ചതിന് ശേഷം പിന്നീട് സച്ചിൻ ഗോപാലിനെ പോലുള്ള മറ്റ് ധാരാളം ABVPയുടെ കാര്യകർത്താക്കളെയും സംഘത്തിൻ്റെ കാര്യകർത്താക്കളെയും മറ്റ് സംഘടനകളുടെ, ഈവൻ SFIയുടെ അഭിമന്യുവിനെ ഉൾപ്പെടെ വധിച്ച സംഭവങ്ങൾ നമുക്കറിയാം ഈ ഭീകര സംഘടന. അപ്പോൾ ഈ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ കോടതി വിധിയെ എങ്ങനെയാണ് കോട്ടയം എന്ന ഗ്രാമം ഉൾക്കൊള്ളുന്നത്? ഗൂഗിൾ. ഗൗതം, നിരാശാജനകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം തന്നെയാണ് മാവേലിക്കര കോടതിയുടെ ഭാഗത്ത് നിന്നും വിശാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ നിരാശ ഇവിടെയുള്ള വിശാലിൻ്റെ പ്രിയപ്പെട്ടവരിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പലരും വിധി പ്രസ്താവം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ കോട്ടയിലുള്ള വിശാലിൻ്റെ വീട്ടിലേക്ക് എത്തി വിശാലിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളോട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അവർ വിശാലിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ പങ്കുവച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിധി പ്രസ്താവം അത് ഏറെ നിരാശ നൽകുന്ന വിധി പ്രസ്താവം തന്നെയായി മാറി. വിശാലിൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ വലിയ വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിധി പ്രസ്താവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചതുള്ളൂ വിശാലുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ. ഇപ്പോൾ കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും ക്രിമിനൽസിനെയും വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ഈ നിമിഷം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും വളരെ സങ്കടത്തോടെയാണ് ഞങ്ങൾ ഈ വിധിയെ കാണുന്നത്. ഒരിക്കലും ഇങ്ങനൊരു വിധി ആകില്ല വരുന്നത് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേങ്കിൽ നിർഭാഗ്യം എന്തെന്ന് വെച്ചാൽ വിധി ഇങ്ങനെയായി. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞാലും ഹൈക്കോടതിയെ സമീപിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയാൻ സാധിച്ചത്. ഇവിടെ വന്നപ്പോൾ തന്നെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഈ വിധി വന്നതോടുകൂടി എല്ലാവരും വളരെ നിരാശയോട് മടങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് കണ്ടത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയല്ല വന്നത്. എല്ലാ ആളുകളുടെയും മുൻപിൽ വെച്ചുണ്ടായിട്ട ഒരു സംഭവത്തിൽ പോലും കോടതിയിൽ നിന്നും പോലും ഒരു നീതി നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ നമ്മൾ മേൽക്കോടതിയെ സമീപിക്കുന്ന പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഹൈക്കോടതിയെ സമീപിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ABVPയും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചതുപോലെ മേൽക്കോടതിയിലേക്ക് പോകുമെന്നുള്ളത്. അതിന് നിങ്ങൾ വിശാലിൻ്റെ ഗ്രാമത്തിലുള്ള ആളുകൾ പൂർണ്ണ പിന്തുണ അവരുടെ ഭാഗം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും പൂർണ്ണ പിന്തുണ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ചേട്ടാ, ഈ വിധി പ്രസ്താവത്തെ എങ്ങനെയാണ് നിങ്ങൾ സഹപ്രവർത്തകരാണ്? വലിയ നിരാശയോടെയാണ് ഈ വിധി പ്രസ്താവത്തെ കാണുന്നത്. നമ്മൾ ഈ ഒരു വിധിയല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതിലിപ്പം SFIയുടെയും കേസിൻ്റെയും ആൾക്കാർ കൂറുമാറിയത് ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റുന്നു. അവരുടെ വാക്കുകളിൽ തന്നെ നിരാശ പ്രകടമാണ് ഗൗതം. കാരണം അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കുറ്റവാളികൾക്ക് കൃത്യമായിട്ട് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ളതായിരുന്നു. പ്രോസിക്യൂഷൻ നടപടിയൊക്കെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചുണ്ടായിട്ടുള്ള ഈ ചില ചതികൾ, അത് SFIയുടെയും KSUവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചതികൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. ആ ചതിയായിരിക്കാം ഒരുപക്ഷെ ഈ വിധി പ്രസ്താവത്തെ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കോടതിക്ക് മുമ്പാകെ തെളിവുകളൊക്കെ കൃത്യമായിട്ട് ഹാജരാക്കേണ്ടത് അന്വേഷണ വിഭാഗമാണ്. അന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നിസ്സംഗത അല്ലെങ്കിൽ ഒരു കൃത്യമല്ലാത്ത നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ കേസിൽ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതാണോ എന്നതടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ. എന്തായാലും അതിലൊക്കെ കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാകണം. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥ ഈ കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് കേസ് നടപടികൾ അനന്തമായിട്ട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ ഗൗരവക്കുറവ് സംസ്ഥാന സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നും വിശാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് വിശാൽ ഒരു ദേശീയവാദി ആയതുകൊണ്ടാണ്, ഒരു സംഘ സ്വയംസേവകനായതുകൊണ്ട് മാത്രമാണ് ആ ഒരു നിലപാട് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. നേരെ മറിച്ച് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലായിരുന്നു വിശാൽ വിശ്വസിച്ചിരുന്നതെങ്കിൽ ഇതാക്കുമായിരുന്നില്ല ഈ ആഭ്യന്തര വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു 19 വയസ്സുകാരനായിരുന്നു വിശാൽ. ABVPയുടെ നഗരസമിതിയുടെ അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യകർത്താവായിരുന്നു. ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലവ് ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ജിഹാദികൾക്ക് താക്കീത് നൽകിയിരുന്ന ഒരു യുവത്വമായിരുന്നു വിശാൽ വി കുമാറിൻ്റേത്.